ഇന്ത്യ ഈജിപ്ത് നാവിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി INS സുദർശിനി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ലോകായാൻ 26 ആഗോള വിന്യാസത്തിന്റെ ഭാഗമായി നടത്തിയ തുറമുഖ സന്ദർശനത്തിനു ശേഷം ഇന്ത്യൻ നാവികസേനയുടെ സെയിൽ പരിശീലന കപ്പലായ INS സുദർശിനി ഈജിപ്തിലെ സഫാഗയിൽ നിന്നും പുറപ്പെട്ടു. ഈ സന്ദർശനത്തിൽ ഈജിപ്ഷ്യൻ നാവികസേനയുമായുള്ള പ്രൊഫഷണൽ ഇടപെടലുകളും ഉഭയകക്ഷി സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തലും ഉൾപ്പെടുന്നുണ്ട്. ഏതൻ ഉൾക്കടലിലെയും ചെങ്കടലിലെയും വെല്ലുവിളി നിറഞ്ഞ ജലപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒമാനിലെ സലാലയിൽ നിന്നും 1832 നോട്ടിക്കൽ മൈൽ ദൂരം കപ്പൽ അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു. നാവികസേനയുടെ പ്രധാന സെയിൽ പരിശീലന പ്ലാറ്റ്ഫോം എന്ന നിലയിൽ പരമ്പരാഗത സീമാൻഷിപ്പിലും ആധുനിക നാവിക പ്രവർത്തനങ്ങളിലും 200-ലധികം ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായി INS സുദർശിനി 10 മാസത്തെ പര്യവേഷണത്തിലാണ്. 16 ദിവസത്തിനുള്ളിൽ 1832 നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിട്ട സലാലയിൽ നിന്നും സഫാഗയിലേക്കുള്ള യാത്ര ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടത്. കപ്പൽ ജീവനക്കാരുടെ പ്രതിരോധ ശേഷി, ആത്മവിശ്വാസം, സഹിഷ്ണുത എന്നിവ എടുത്തു കാണിക്കുന്നു. കപ്പലിലെത്തിയപ്പോൾ ഈജിപ്ഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരും ഇന്ത്യൻ എംബസി പ്രതിനിധികളും കപ്പലിനെ ഊഷ്മളമായി സ്വീകരിക്കുകയും ചെയ്തു. കമാൻഡിംഗ് ഓഫീസർ INS സുദർശിനി, റെഡ് സീ സഫാഗ നേവൽ ബേസ് കമാൻഡർ റിയർ അഡ്മിറൽ റാമി അഹമ്മദ് ഇസ്മായിൽ മുഹമ്മദിനെ സന്ദർശിച്ചു. ഇരു നാവികസേനകളും തമ്മിലുള്ള വളരുന്ന സമുദ്ര പങ്കാളിത്തത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ആശയവിനിമയങ്ങൾ നടന്നത്. ഇത് മെച്ചപ്പെട്ട നാവിക സഹകരണത്തിന്റെയും പരസ്പര പ്രവർത്തനക്ഷമതയുടെയും പങ്കിട്ട കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നു. തുറമുഖ താമസവേളയിൽ ഇന്ത്യൻ നാവികസേന ഈജിപ്ഷ്യൻ നാവിക ഉദ്യോഗസ്ഥരുമായി പ്രൊഫഷണൽ ഇടപെടലുകളിൽ ഏർപ്പെടുകയും കപ്പൽ പരിശീലനത്തിലെ മികച്ച രീതികൾ പങ്കിടുകയും ഉഭയകക്ഷി സൗഹാർദ്ദം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഏതൻ ഉൾക്കടലിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള ഗതാഗതം ഒരു പ്രധാന പ്രവർത്തന ഘട്ടമായിരുന്നു. കാരണം വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലൂടെയും ഇടതൂർന്ന ഷിപ്പിംഗ് ഗതാഗതത്തിലൂടെയും കപ്പൽ സഞ്ചരിച്ചു. ഉയർന്ന പ്രൊഫഷണൽ കഴിവും നാവിക വൈദഗ്ധ്യവും പ്രകടമാക്കി INS സുദർശിനിയുടെ സഫാഗയിലേക്കുള്ള സന്ദർശനം ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് സംരംഭത്തിന്റെ കീഴിലുള്ള സമുദ്ര പ്രവർത്തനത്തിനായുള്ള ഇന്ത്യൻ നാവികസേനയുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുകയും ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ശക്തമായ നിലനിൽക്കുന്നതുമായ ബന്ധത്തിന് അടിവരയിടുകയും ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ സെയിൽ പരിശീലന കപ്പലാണ് INS സുദർശിനി. 2012 ജനുവരി 27 കമ്മീഷൻ ചെയ്തു. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതും കേരളത്തിലെ കൊച്ചി ആസ്ഥാനമാക്കി ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലുള്ളതുമായ ഇത് നാവിക ഉദ്യോഗസ്ഥർക്കും തീരസംരക്ഷണ സേനാ അംഗങ്ങൾക്കും പരിശീലനം നൽകുന്നതിനുള്ള പ്രധാന വേദിയായി പ്രവർത്തിക്കുന്നു. 4 ഭൂഖണ്ഡങ്ങളിലായി 10 മാസത്തെ മുൻനിര ആഗോള പര്യവേക്ഷണമായ ലോകായാൻ 26 നടത്തുന്ന INS സുദർശിനി പരമ്പരാഗത സീമാൻഷിപ്പിലൂടെയും ആധുനിക നാവിക പരിശീലനത്തിലൂടെയും വൈദഗ്ധ്യമുള്ള കടലിന് തയ്യാറായ ഉദ്യോഗസ്ഥരെ നിർമ്മിക്കുന്നതിനുള്ള പാരമ്പര്യം തുടരുന്നു. ദീർഘദൂര നാവിഗേഷനിലും സമുദ്ര പ്രവർത്തനങ്ങളിലും വിലമതിക്കാനാവാത്ത അനുഭവം നേരിട്ടുകൊണ്ട് 200-ലധികം ട്രെയിനുകൾ ഈ ചരിത്രയാത്രയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.